മാനന്തവാടിയെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് ഈ കാട്ടാന. നേരത്തെ നമുക്ക് ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഒരു സ്ഥലത്ത് ഒരു ചോലയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇപ്പം അല്പം അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. എന്തായാലും മാനന്തവാടി ടൗണിലാണ് ഈ കാട്ടാന ഇറങ്ങിയിട്ടുള്ളത്. സ്ഥലം എം എൽ എ OR കേളു നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചെയ്തിട്ടുണ്ട്. സാർ, ഇപ്പം ആന നഗരത്തിൽ കൂടിയാണ് കറങ്ങി നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇപ്പോൾ ആലോചിക്കുന്നത്? എങ്ങനെ പിടികൂടി കാട്ടിലേക്ക് കയറ്റാമെന്നാണ് ആലോചിക്കുന്നത്? ഇപ്പൊ ആനയെ അവിടുന്ന് മാറ്റാനായിട്ട് വനമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്. ഞാനും വനമന്ത്രിയും നേരിട്ട് സംസാരിച്ചിരുന്നു. രാവിലെ അവിടെ പട്ടണത്തിലാണ് ആന നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു ജാഗ്രത അവിടെ പാലിക്കേണ്ടതുണ്ട്. കാരണം ജനമാണല്ലോ. അതുകൊണ്ടാണ് 144 പ്രഖ്യാപിച്ചത്. 144 പ്രഖ്യാപിച്ച് ജനത്തിനെ മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷേ ജനം ആ കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ല. ജനങ്ങള് ഈ ആനയെ കാണാനും ഒക്കെ ആയിട്ട് തമ്പിടിക്കുന്ന ഒരു രീതിയാണ് ഉള്ളത്. അതുകൊണ്ട് പ്രയാസം നേരിടുന്നുണ്ട്. എങ്കിലും ഗത്യന്തരമില്ലാത്ത ഒരു സ്ഥിതിവിശേഷം വരികയാണെങ്കിൽ ആനയെ അവസാനം മയക്കുവെടി വെച്ച് തന്നെ അവിടുന്ന് മാറ്റാനുള്ള നടപടിയാണ് ഇപ്പോൾ അന്തിമമായി തീരുമാനമെടുത്തിട്ടുള്ളത്. അത് അവസാന നിമിഷം മാത്രമേ വെടിവെക്കുന്ന കാര്യത്തെപ്പറ്റി ആലോചിക്കുള്ളൂ. അല്ലാത്ത രീതിയിൽ ആനയെ അവിടുന്ന് തുരത്താൻ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മയക്കുവെടി വെക്കേണ്ടി വരും എന്ന് തോന്നുന്നുണ്ടോ? കാരണം തൊട്ടടുത്തൊക്കെ വീടുകളുണ്ടെന്ന് തോന്നുന്നു. അല്ല, ഈ ജനങ്ങളിപ്പോ സഹകരിക്കുന്നില്ലല്ലോ. ജനം അവിടെ ഇങ്ങനെ നിബിഡമായി നിൽക്കുമ്പോൾ ആനയെ ഒരു ഭാഗത്ത് കൂടി കയറ്റി വിടാൻ നോക്കില്ലല്ലോ. ജനത്തിന്റെ സഹകരണം കിട്ടുന്നില്ല. ഒരു താല്പര്യം പ്രഖ്യാപിച്ചെങ്കിലും വേണമെങ്കിൽ ഈ മയക്കുവെടി വെക്കാതെ കുറച്ചപ്പുറത്തേക്ക് മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നു, കാട്ടിലേക്ക്, ഫോറസ്റ്റിലേക്ക്. അതെ, അതാണ് ആദ്യ ശ്രമം നടത്തുന്നത്. മയക്കുവെടി വെക്കാതെ തന്നെ അപ്പുറത്ത് ഇപ്പൊ മാനന്തവാടിയും തൊട്ടടുത്ത് കൊണ്ടങ്ങാടി ഫോറസ്റ്റ് ഉണ്ട്, ഒരു 2 കിലോമീറ്റർ അപ്പുറം. അതിലേക്ക് തീർക്കാനാണ് ഇപ്പൊ ശ്രമം നടക്കുന്നത്. പക്ഷേ ജനത്തിന്റെ ഒരു സഹകരണം വേണ്ടത്ര നമുക്ക് കിട്ടാത്തതുകൊണ്ട് വലിയ ഭയമുണ്ട്. കാരണം ആന ഏത് ദിശയിലേക്കാണ് നീങ്ങാന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. അതേപോലെ തന്നെ മയക്കുവെടി വെക്കുന്ന കാര്യത്തിലും ചില ഭയമുണ്ട്. കാരണം മയക്കുവെടി വെച്ച് കഴിഞ്ഞാല് ആന പെട്ടെന്ന് പ്രകോപനപരമായി കുറച്ചു നേരം ഓടും. ആ ഓട്ടം ഏത് ദിശയിലേക്കാണ് എന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കില്ല. അങ്ങനെ ഒരു കൺഫ്യൂഷനാണ് ഇപ്പൊ നിലവിലുള്ളത്. എങ്കിലും ജനത്തെ പരമാവധി നമ്മൾ സൈലന്റ് ആക്കി ആനയെ കയറ്റിവിടാൻ തന്നെയാണ് ശ്രമം നടക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പൊ 2 ആഴ്ച മുൻപ് ഹസനിൽ നിന്ന് പിടികൂടിയ ആനയാണ് ഇത് എന്ന് പറയുന്നു. അപ്പം അവര് നമ്മുടെ ഈ ബോർഡറിലാണ് തുറന്നു വിട്ടതെന്ന് തോന്നുന്നു, മൂലഹള്ളി വന്യമൃഗങ്ങൾക്ക് ഇപ്പോൾ സ്റ്റേറ്റിന്റെ അതിർത്തിയൊന്നും ഇല്ലല്ലോ. അത് ഇങ്ങനെ സ്വൈര്യവികരണം നടത്തുന്ന ഒരു സ്ഥിതി ആയതുകൊണ്ട് നമുക്ക് അത് കേരളത്തിലെ ആന കർണാടകത്തിലേക്ക് പോകും, കർണാടകത്തിലെ ആന കേരളത്തിലേക്ക്. റേഡിയോ കോളർ ഉള്ളതിനെ കൊണ്ട് ആരെങ്കിലും നിരീക്ഷിക്കുന്നുണ്ടാവില്ലേ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും വിവരം കിട്ടിയിരുന്നോ? അത് റേഡിയോ കോളർ ഉണ്ട്. റേഡിയോ കോളർ നമ്മൾ ഒരു അനൗദ്യോഗിക വിവരം കിട്ടിയത് കർണാടകയിലെ ആന തന്നെയാണെന്നാണ് നമുക്ക് അനൗദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഔദ്യോഗികമായി നമ്മൾ ഇതുവരെ സ്ഥിരീകരിച്ചിട്ട് ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്താലേ പറയാൻ സാധിക്കൂ. ശരി, വളരെയധികം നന്ദി MLA സംസാരിച്ചതിന്.